ബാലുവിൻ്റേത് ഒരു കൊലപാതകം തന്നെയാണ്. ഈ കേസ് എപ്പോഴെങ്കിലും തെളിയും. അപ്പൊ ഇന്ത്യ കണ്ടേക്കണ ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവിൻ്റെ എന്ന് തെളിയും. ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആള് 6 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്റർവ്യൂ വരുന്നത്. ചേട്ടൻ അതിൽ തന്നെ ഒരു സംശയം തോന്നുന്നുണ്ട്. ഈ 6 വർഷമായ ഞാൻ ഇപ്പോഴും ഭൂമിയിൽ ഇങ്ങനെ തന്നെ ഉണ്ട്. ഒരു കോൾ അവർക്ക് വിളിക്കാം, ഇതുവരെ ചേട്ടൻ ഒരു ഒന്നും വിളിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ അവർ വിളിക്കണ്ടേ? എന്തുകൊണ്ട് അവർ വിളിച്ചില്ല? കൂടെ പറയണ്ട, എനിക്ക് തലക്കയാണ് പരിക്കെന്ന് പറയുന്നത് 3-4 പ്രാവശ്യം പറയുന്നത്. പക്ഷെ അവരുടെ ഹോം സർട്ടിഫിക്കറ്റിൽ എഴുതിക്കണേ കത്തി പോലുള്ള നേരത്തെ ഉള്ള ആയുധം കൊണ്ട് വയറിനടിയിലുള്ള ആഴത്തിലുള്ള മുറിവാണ് അവർക്ക് ഗുരുതരമായിട്ടുള്ളത്. അവിടെ ഒന്നും ഹോം സർട്ടിഫിക്കറ്റിൽ ഈ തലയുടെ പരിക്ക് പറയുന്നില്ല. അതെന്താന്ന് വെച്ചാൽ അവരതൊരു മുൻകൂർ ജാമ്യം എടുത്തേക്കണേ. ഇത്രയും വിവാദമായിരുന്നിട്ടും ഒന്നും മിണ്ടിയില്ല. പിന്നെ ഇത്രയും വിവാദമായ ഒരു കേസിന് വേണ്ടി ഒരു പ്രസ് മീറ്റ് അല്ല കൊടുത്തത്. അതിന് തയ്യാറാവാതെ ഒരു സ്പോൺസർ പരിപാടിയാക്കി വെച്ചതിൽ ദുരൂഹതയൊന്നുമല്ല. പക്ഷെ അവരൊരു നല്ല ബുദ്ധിപരമായിട്ട് ചെയ്തൊരു കാര്യമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഇത് ചർച്ച ചെയ്യണുള്ളൂ, സാറ്റലൈറ്റ് ഒന്നും ചർച്ച ചെയ്യണില്ല. അപ്പൊ ബാക്കിയുള്ള ചാനലുകാരെയൊക്കെ അവർ സൈലന്റ് ആക്കി. ആദ്യമൊക്കെ കൂളായിട്ട് തന്നെയാണ് ആൾ ആൻസർ പറഞ്ഞിട്ടിരിക്കുന്നത്. പക്ഷെ പെട്ടെന്നാണ് നമ്മൾ ഈ അർജുൻ്റെ കാര്യം പറയുന്ന സമയത്ത് ആൾ പെട്ടെന്ന് ഫോക്കസ് ആവുന്നു. ശരിക്കും ഇപ്പോഴത്തെ അവർ വന്ന ഇന്റർവ്യൂ അവർക്ക് തന്നെ ഒരു വിനയായില്ലേ? ഇത്രയും ബെൻസ് കാറിലാണ് അവിടെ വന്ന് കിടന്നതെന്ന്. ഇത്രയും ബെൻസ് ഉള്ള ഒരാൾ എന്തിനായിരിക്കും പെട്രോൾ പമ്പിൽ വന്ന് ഓഫ് ചെയ്ത് കിടക്കുന്നതെന്നൊരു ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ നിന്ന് ആൾ പുറത്തേക്ക് ഇറങ്ങി വന്നില്ലേ? ഇറങ്ങി വന്നിട്ട് ഈ സ്കോർപ്പിയോയിലുള്ളവരായിട്ടാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സ്കോർപ്പിയോയിലുള്ളവർ പോയിട്ട് ഇന്നോവയുടെ നടുവ് ഡോറ് തുറന്നിട്ട് ഒരാളെ വലിച്ചിറക്കിയിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഒരാളൊപ്പം നിന്നിട്ട് ഇടിക്കണയാണ്. അപ്പോൾ ഡ്രൈവർ ഓപ്പോസിറ്റ് ഒരാൾ ഇങ്ങനെ കുനിഞ്ഞിരിപ്പുണ്ട്. അത് ആണാണോ പെണ്ണാണോ എന്ന് നമുക്കറിയാൻ പാടില്ല. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മുന്നോട്ടേക്ക് മുമ്പേ ബൈക്ക് സ്റ്റാർട്ടാക്കിയിട്ട് തടിച്ചിട്ട് ഒരാൾ തുഴഞ്ഞു പോകണം. ചെന്ന് പേടിയുണ്ടോ? ഒരു പേടിയില്ല. എന്തെങ്കിലുമൊക്കെ ഭീഷണികളോ? അത് ഇഷ്ടമാതിരി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി എല്ലാം ബുള്ളറ്റ് പ്രൂഫാ. അല്ല, എനിക്ക് CBI തെളിയിക്കുന്ന ഇപ്പോൾ ഒരു വിശ്വാസമില്ല. എന്നോട് അവർ പറഞ്ഞു വെച്ചാൽ ഞാൻ കേസ് ചെയ്യിപ്പിക്കും. ഇതേ CBI ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പത്രക്കാരോട് പറഞ്ഞു കലാപം സോബി പറഞ്ഞു നോണേ, അതുകൊണ്ട് ഞങ്ങൾ കേസ് അവസാനിപ്പിക്കാന്ന്. അതേ CBI കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞ നുണപരിശോധന നടത്താൻ സാധിച്ചില്ല എന്ന് എഴുതി കൊടുത്തേ. അതുകൊണ്ടാണ് ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിന് ഇറങ്ങിയത്. എൻ്റെ രഹസ്യങ്ങൾ അങ്ങനെ ജനം കേട്ട എന്ന് പറഞ്ഞ രഹസ്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അഥവാ ഉണ്ടായെങ്കിൽ അത് ജനം കേട്ടോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ച് ഈ സാധനം ചെയ്തേ പറ്റൂ. അതിനുള്ള അനുവാദം ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കോടതിയിൽ നിന്ന് എടുത്ത് ഞാൻ ലൈവ് നടത്തി. നമ്മൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാണ്ട് മാറ്റി ഹൈഡ് ചെയ്ത് വെച്ചേക്കണ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. എനിക്കത് ബോധിപ്പിക്കേണ്ട 2 ആൾക്കാരേ ഉള്ളൂ. എന്തുകൊണ്ടാണ് പേടിച്ചിട്ടാണെന്നൊന്നും ചോദിക്കേണ്ട. കാരണം പേടിച്ചിട്ടല്ല, നമ്മൾ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇത് തെളിയണ്ടേ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമസ്കാരം. ബാലഭാസ്കരൻ എന്ന അതുല്യ കലാകാരൻ മരിച്ചിട്ട് 6 വർഷം കഴിയുന്നു. ഇപ്പോഴും ഇതൊരു ആക്സിഡൻ്റ് ആണോ കൊലപാതകമാണോ എന്ന് നമുക്ക് തെളിഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് പറഞ്ഞ് ഒരാൾ ഇതിൻ്റെ പുറകെ ഇത് അന്വേഷിക്കാനായിട്ട് നടപ്പുണ്ട്. അത് കണ്ട ഒരു ദൃക്സാക്ഷിയാണ് നമ്മളുടെ കൂടെ ഇന്നുള്ളത്. കലാഭവൻ സോബി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. 6 വർഷമായിട്ട് ചേട്ടൻ ഇതിൻ്റെ പുറകെ കണ്ട കാര്യങ്ങളായിട്ട് പല ഇടങ്ങളിൽ പോകുന്നു. ചേട്ടൻ്റെ ലൈഫിൻ്റെ ഒരു 6 വർഷം മാറ്റി വെക്കുകയാണ് പലപ്പോഴും ഇതിനായിട്ട്. എന്തായിരിക്കും അതിനുള്ളൊരു പ്രചോദനം ഈ 6 വർഷം? അതിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണിത്. നമ്മളാരും കേട്ടറിഞ്ഞൊരു കാര്യമല്ല. പിന്നെ ബാലുവിൻ്റെ മാതാപിതാക്കൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീലിംഗ്. അപ്പോൾ നമ്മളൊരു കണ്ട കാര്യം ഇല്ല എന്ന് ആരെങ്കിലും പറയുമ്പോൾ നമുക്കത് തെളിയിക്കണം എന്നൊരു വാശി ഉണ്ടാവും. കണ്ടൊരു ഈ 6 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ച ചില്ലറ കാര്യങ്ങളൊന്നുമല്ല, ദുരന്തമൊന്നുമല്ല നമ്മൾ അനുഭവിച്ചത്. അപ്പോൾ അതിനൊരു സമാപനം ഉണ്ടാകുമെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. ആ സമയത്ത് ഞാനുണ്ടാവില്ലെന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ 100% ഇത് ഇപ്പം നമ്മുടെ അഭയ കേസ് 28 വർഷത്തിന് ശേഷം ആ കേസ് വിജയിച്ച, പക്ഷേ അത് തെളിയണമെന്ന് ആഗ്രഹിച്ചിരുന്നവരൊക്കെ ആ സമയത്ത് നമ്മുടെ ലോകത്തുനിന്ന് പോയിരുന്നു. പക്ഷെ ഇതൊന്നും അത്ര നീളമില്ല. ഇതിനു മുമ്പ് വരും. നമ്മൾ ആ കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഉറച്ചു തന്നെ നിൽക്കുന്നത്. ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പം ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആള് പുള്ളിക്കാരി പറഞ്ഞ ഇന്റർവ്യൂവിൽ 6 വർഷത്തിന് ആദ്യം തന്നെ ചോദ്യം 6 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്റർവ്യൂ വരുന്നത്. ചേട്ടൻ അതിൽ തന്നെ ഒരു സംശയം തോന്നുന്നുണ്ട്. കാരണം ഈ 6 വർഷത്തിൻ്റെ ഇടയ്ക്ക് മൊഴികൾ കൊടുക്കുന്നുണ്ട്. ഓഫ്കോഴ്സ് അത്ര ആക്സിഡൻ്റ് ആയ ഒരാൾക്ക് ഒരു പരിക്കുണ്ട്, നമുക്കത് അംഗീകരിച്ച് കൊടുത്താലേ പറ്റത്തുള്ളൂ. കാരണം നല്ല ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും. എല്ലാം അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ മറുപടി പറഞ്ഞോ, കുഴപ്പമില്ല. 6 വർഷത്തിന് ശേഷമാണ് പക്ഷേ മൊഴി കൊടുക്കുന്നത്. അതും ഒരു ഏറ്റവും വലിയ കാര്യം. ഇത്രയും വിവാദമായിരുന്നിട്ടും ഒന്നും മിണ്ടിയില്ല. ഇതെല്ലാം പല വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഇത്രയും വിവാദമായ ഒരു കേസിന് വേണ്ടി ഒരു പ്രസ് മീറ്റ് അല്ല കൊടുത്തത്. കാരണം പ്രസ് മീറ്റ് കൊടുക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളിലേക്ക് ഉണ്ടാവും. പക്ഷേ ഇതൊരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിലുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഇനി വേറെ ഉണ്ടാവില്ലെന്നും പറഞ്ഞു. അപ്പം ചേട്ടൻ ഇത് ഇത്രയും കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? അന്നത്തെ ഒരു ഇൻസിഡൻറ്റ് കണ്ടെന്ന ആളെന്ന രീതിയിൽ അതിലൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഒരു
ബന്ധത്തിൽപ്പെട്ട ഒരാളൊരു അപകടത്തിൽ മരിച്ചു. അപകടം നിങ്ങളൊന്നും കാണുന്നില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ ആരെങ്കിലും പറയുകയാണ് ഞാൻ കണ്ടിട്ടുണ്ടത്, അത് ഇങ്ങനെയല്ല വണ്ടി പോയി ഇടിച്ച്, ഇന്ന സംഭവത്തേക്കിടെ ഇടിച്ച്, അതിൽ കുറച്ച് ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പോലീസിന് പരാതിയിൽ പോവോ, ആദ്യം കണ്ട ആളെ കണ്ട് ചോദിക്കാൻ പോവോ, ഈ പറഞ്ഞ ആളെ കണ്ട് ചോദിക്കാൻ പോവോ? ഞാൻ ആദ്യം കണ്ട ആളായിരിക്കും. അല്ലേ ചോദിക്കണം, അത്രയല്ലേ ചോദിക്കുള്ളൂ. ഏത് ജനാണെങ്കിലും അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ. ഈ 6 വർഷമായ ഞാൻ ഇപ്പോഴും ഭൂമിയിൽ ഇങ്ങനെ തന്നെ ഉണ്ട്. ഒരു കോൾ അവർക്ക് വിളിക്കാം, അല്ലെങ്കിൽ പരിചയസമ്പന്നരായിട്ടുള്ള ആരെക്കൊണ്ടെങ്കിലും ഈ ഒന്നും വിളിച്ചിട്ടില്ല. അവരിഞ്ഞ് വിളിക്കും വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ അവർ വിളിക്കണ്ടേ? അല്ല, അവരുടെ ഭർത്താവും കൊച്ചുപോലെ മരണപ്പെട്ടേക്കണത്. അപ്പോൾ അവർ വിളിക്കണ്ടേ? എന്തുകൊണ്ട് അവർ വിളിച്ചില്ല? അപ്പം അവർക്ക് മനസ്സിലുണ്ടാവും, വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയണത് ഇന്നൊക്കെ ആയിരിക്കും എന്ന് അവർക്ക് ഉറപ്പുണ്ടാവും, ഇല്ലേ? അതുകൊണ്ടായിരിക്കും അവരെന്നെ വിളിക്കാത്തത്. സാമാന്യ ജനങ്ങളിൽ അതൊന്നും കമൻ്റായിട്ടൊന്നും മഞ്ഞൊന്നുമില്ല. ആൾക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കമൻ്റായിട്ട് ഇടണില്ല. പക്ഷെ അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ, ഒന്നത്. പിന്നെ രണ്ടാമത് നിങ്ങൾ പറഞ്ഞ മാതിരി അവരൊരു പ്രസ് മീറ്റായിരുന്നു വിളിക്കേണ്ടത്. അതിന് തയ്യാറാവാതെ ഒരു സ്പോൺസർ പരിപാടിയാക്കി വെച്ചതിൽ ദുരൂഹതയൊന്നുമല്ല. പക്ഷെ അവരൊരു നല്ല ബുദ്ധിപരമായിട്ട് ചെയ്തൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സോഷ്യൽ മീഡിയ ഇത് ചർച്ച ചെയ്യണുള്ളൂ, സാറ്റലൈറ്റ് ഒന്നും ചർച്ച ചെയ്യണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനലിന് മാത്രം കൊടുത്തുകൊണ്ട് മറ്റേ ചാനലുകാരും നമ്മൾ ഒരു സ്ഥലത്ത് എനിക്കതിന് മറുപടി പറയേണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അത് ചേട്ടാ മറ്റൊരു അതിനകത്ത് മാത്രമല്ലേ പറഞ്ഞു, അപ്പം ഞങ്ങൾക്ക് അതിന് എയർ ചെയ്യാൻ പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അത് അവരുടെ ബിസിനസ്സാണ്. അപ്പം ബാക്കിയുള്ള ചാനലുകാരെയൊക്കെ അവർ സൈലൻ്റ് ആക്കി. സോഷ്യൽ മീഡിയ ശരിക്കും നന്നായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് അവർ ബുദ്ധിപരമായിട്ട് ചെയ്തത്. പിന്നെ രണ്ടാമത് അവർ പറഞ്ഞ് കൂടെ പറയണ്ടേ എനിക്ക് തലക്കയാണ് പരിക്ക് എന്ന് പറയുന്നത് 3-4 പ്രാവശ്യം പറയുന്നത്. പക്ഷെ അവരുടെ ഹോം സർട്ടിഫിക്കറ്റിൽ എഴുതിക്കണേ കത്തി പോലുള്ള നേരത്തെ ഉള്ള ആയുധം കൊണ്ട് വയറിനടിയിലുള്ള ആഴത്തിലുള്ള മുറിവാണ് അവർക്ക് ഗുരുതരമായിട്ടുള്ളത്. അവിടെ ഒന്നും ഹോം സർട്ടിഫിക്കറ്റിൽ ഈ തലയുടെ പരിക്ക് പറയുന്നില്ല. അതെന്താന്ന് വെച്ചാൽ അവരതൊരു മുൻകൂർ ജാമ്യം എടുത്തേക്കണേ. കാരണം വെച്ചാൽ ഞാൻ ഈ ബ്രെയിൻ മാപ്പിങ്ങിനെ ശാഠ്യം പിടിച്ച് നടക്കുമെന്നറിയാം. ഉറപ്പായിട്ടും ഞാൻ ബ്രെയിൻ മാപ്പിങ് നടക്കുമ്പോൾ ഉറപ്പായിട്ടും അവരെയും ചെയ്യും എന്നൊരു പേടി അവർക്കുണ്ടാവും. അപ്പോൾ തലയ്ക്ക് പരിക്കാണെങ്കിൽ അത് ഉണ്ടാവില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അവർ അതിന് വേണ്ടിയിട്ട് എന്തോ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് ഇപ്പോൾ നടക്കേണ്ടതെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ബ്രെയിനിന് പ്രശ്നം അല്ലെങ്കിൽ തലയ്ക്ക് പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്താൽ ജനത്തിന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ ഇതൊക്കെ. അത് പക്ഷേ ലൈവ് വരണം. അത് നിർബന്ധമായിട്ട് നമ്മൾ പറഞ്ഞു. ഞാൻ മാർച്ച് 15 CBI ഓഫീസിൽ പോയി എഴുതി കൊടുത്തത് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം, അത് ലൈവ് വരണമെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള നുണപരിശോധനയിൽ എന്നെ നുണപരിശോധന 2 പ്രാവശ്യം നടത്തിയിട്ട് എന്നോട് അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷ സാറ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സോബി മൊഴിയിൽ നിന്ന് മാറാണ്ട് നിന്നാൽ ഞാൻ കേസ് ചെയ്യിപ്പിക്കും, പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാന്ന് പറഞ്ഞു. ഇതേ CBI ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പത്രക്കാരോട് പറഞ്ഞു കലാഭവൻ സോബി പറഞ്ഞു നുണേ, അതുകൊണ്ട് ഞങ്ങൾ കേസ് അവസാനിപ്പിക്കാമെന്ന്. എല്ലാ പത്രങ്ങളും അതന്ന് എയർ ചെയ്തു. ഞാൻ പറഞ്ഞു നുണയാന്നും പറഞ്ഞുകൊണ്ട് ഈ അതേ CBI കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു മേജർ സർജറി സ്പൈനൽ കോർഡിന് ഉണ്ടായിരുന്നു, ഒരു വീഴ്ച പറ്റിയിട്ട്. എൻ്റെ ഒരു മേജർ സർജറി 1 വർഷം മുമ്പ് കഴിഞ്ഞുകൊണ്ട് പൾസ് റീഡായില്ല, അതുകൊണ്ട് നുണപരിശോധന നടത്താൻ സാധിച്ചില്ല എന്ന് എഴുതി കൊടുത്തേ. അപ്പോൾ എന്നോട് അവർ സത്യമാണെന്ന് പറഞ്ഞു, മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നുണയാന്ന് പറഞ്ഞു. കോടതി കൊടുത്ത് പറഞ്ഞു ഇത് നടത്തിയില്ല എന്ന്. അപ്പോൾ എങ്ങനെയുണ്ട് അവരുടെ ഈ CBIയുടെ ഒത്തുകളി എങ്ങനെയുണ്ട്? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബ്രെയിൻ മാപ്പിങ്ങിന് ഞാൻ ലൈവ് അല്ലെങ്കിൽ സമ്മതിക്കില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യൻ ജുഡീഷ്യറിയിൽ അങ്ങനെ ഒരു നിയമമില്ല. ഞാൻ പറഞ്ഞു ജുഡീഷ്യറിൽ ഓരോ നിയമങ്ങൾ ഉണ്ടാവണേ, ഇങ്ങനെ ഓരോ ഉത്തര കാഴ്ചപ്പാട് ആവശ്യങ്ങളും വരും. പിന്നെ എൻ്റെ ബ്രെയിൻ മാപ്പിംഗ് ജനം കേട്ടു നിർത്തുകൊണ്ട് രാജ്യരക്ഷയെ ബാധിക്കണ കാര്യങ്ങളൊന്നുമില്ല, രാജ്യസുരക്ഷ ബാധിക്കണ ഒരു കാര്യങ്ങളുമില്ല. പിന്നെ എൻ്റെ പ്രശ്നം ജനം കേട്ടാൽ എന്താ കുഴപ്പം? അപ്പോൾ അവരടുത്ത് പറയും ഞങ്ങൾ 2018 സെപ്റ്റംബർ 25 അവിടെ എന്താ സംഭവിച്ചതെന്ന് മാത്രമായിരിക്കില്ല ചോദിക്കണം. സോബിയുടെ ജന്മം തൊട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ സോബിയുടെ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ രഹസ്യങ്ങൾ അങ്ങനെ ജനം കേട്ടാൽ എന്ന് പറഞ്ഞ രഹസ്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അഥവാ ഉണ്ടായെങ്കിൽ അത് ജനം കേട്ടോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോഴും ഈ സംഭവം ജനം കേൾക്കൂല എന്ന് ഞാൻ ചോദിച്ചു. അതങ്ങനെ പറഞ്ഞു നിർത്തേക്ക് എന്താവും അറിയാമല്ല. പക്ഷെ ഞാനത് എന്ത് വില കൊടുത്തും ബ്രെയിൻ മാപ്പിംഗ് തന്നെ പോകും, ഒരു സംശയം വേണ്ട. ഇന്റർവ്യൂ കേട്ടിരുന്നു, ലക്ഷ്മിയുടെ ഇന്റർവ്യൂ കണ്ടിരുന്നു. പിന്നെ കണ്ടിട്ടില്ലേ? ആദ്യമൊക്കെ കൂളായിട്ട് തന്നെയാണ് ആൾ ആൻസർ പറഞ്ഞിട്ടിരിക്കുന്നത്. പക്ഷെ പെട്ടെന്നാണ് നമ്മൾ ഈ അർജുൻ്റെ കാര്യം പറയുന്ന സമയത്ത് ആൾ പെട്ടെന്ന് ഫോക്കസ് ആവുന്നു. അതെ, പെട്ടെന്ന് ഭയങ്കരമായിട്ട് പെട്ടെന്ന് കണ്ണൊക്കെ നമുക്ക് ഫോക്കസ് ആയിട്ടാണ് പിന്നെ സംസാരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഇത് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അത് നമ്മൾ ആ ഇൻ്റർവ്യൂ വെച്ചിട്ട് ഒരു ജഡ്ജ്മെൻറ്റ് നിൽക്കാണ്ടിരിക്കണേ നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്പോൺസേഡ് ഇൻ്റർവ്യൂ ആണ്, അത് ലൈവല്ല. അറിയാമായിരിക്കുമല്ലോ നമ്മൾ ഇതിൻ്റെ പ്രവർത്തകരായിട്ടിരിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ സെറ്റൊക്കെ ഇട്ട് നല്ല അവരുടെ കോസ്റ്റ്യൂമൊക്കെ നല്ല റെഡിയാക്കിയിട്ട് അത് അവരെ പ്രൊഫഷണൽ വർക്കായിരുന്നു അത് നടന്നത്. അതുകൊണ്ട് തന്നെ അതേമാതിരി തന്നെയുള്ളൊരു പ്രൊഫഷണൽ വർക്കായിരുന്നു ബാലുവിൻ്റെ ഈ അപകടവും. രണ്ടും സെയിം തന്നെയാണ്, ഒരു സംശയം വേണ്ട അതിനകത്ത്. ഈ ലക്ഷ്മിയുടെ കാര്യം ഈ ആളുടെ ഫാമിലിയായിട്ട് ബാലഭാസ്കറിന്റെ ഫാമിലിയായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്? അല്ല, ഞാൻ അവരുടെ ഒരിക്കലും ഫാമിലി ഹിസ്റ്ററി ചോദിച്ചിട്ടില്ല. കാരണം നമുക്കത് ചോദിക്കേണ്ട കാര്യമില്ല. ഞാനൊരു ഔട്ട്സൈഡറാണ്.
ഞാൻ ഇതിനകത്തൊരു കണ്ട കാര്യം പറയാൻ മാത്രം വന്ന ഇവരാരും കുടുംബ പശ്ചാത്തലമോ അവരെന്തായിരുന്നു അവരുടെ ജീവിതം വഴികളൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. ബാലുവിൻ്റെ കാര്യങ്ങളൊന്നും 2 കാര്യങ്ങളൊക്കെ ഉണ്ണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു വളരെ സങ്കടകരമായിട്ടാവും പോയതിലും ഇല്ലാത്തതിൻ്റെ ഒക്കെ അമ്മച്ചിയും പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഇവരുടെ വീട്ടിൽ നടക്കുന്ന യാതൊരു കാര്യങ്ങളെക്കുറിച്ച് എന്നോടും പറഞ്ഞിട്ടില്ല. ഞാനത് അറിയാനായിട്ട് തയ്യാറായിട്ടില്ല, ഇനിയോട്ട് തയ്യാറാവില്ല. കാരണം വെച്ചാൽ എൻ്റെ വിഷയമല്ല അത്. നമ്മളെന്തിനാ അതിൻ്റെ അടുത്തേക്കൊക്കെ പോകണേ? അല്ല, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചേട്ടൻ്റെ അടുത്ത് അത് കറക്റ്റ് അല്ലെന്നോ ശരിയല്ലെന്നോ? അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ അവർ ലക്ഷ്മിനെ കുറിച്ചൊന്നും ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. ഈ പറഞ്ഞ ബാലുവിൻ്റെ അച്ഛൻ ഉണ്ണിച്ചേട്ടനും സംസാരിച്ചിട്ടില്ല, ഈ അമ്മച്ചി സംസാരിച്ചില്ല, പ്രിയ വേണുഗോപാലും സംസാരിച്ചില്ല. അച്ഛനാണ് ഏറ്റവും കൂടുതൽ ഇപ്പം കേസായിട്ട് ഇത് തെളിയിക്കണമെന്ന് പറഞ്ഞു. അച്ഛനും അമ്മച്ചും ഈ പ്രിയയും ഇവർ 3 പേരും ഓരോ കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നത്. പിന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന അച്ഛൻ മാത്രമാണെന്നുള്ളൂ. പ്രിയ പിന്നെ ഇപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റുകൾ ഇടുന്നുണ്ട്, ഇതിനകത്ത് പോസ്റ്റ് വരുന്നുണ്ട് പ്രിയയുടെ. നേരത്തെ പറയുന്നുണ്ട് ഈ ലക്ഷ്മിയെ ഇവർ അത്ര അംഗീകരിച്ചിരുന്നില്ല, ഐ മീൻ ഇവർക്ക് വീട്ടിലോട്ടൊന്നും പോകുന്നില്ല എന്നാണ് ഇന്റർവ്യൂവിൽ പറയുന്നത്. അതെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ എന്തോ പ്രണയ വിവാഹം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇപ്പോഴും നിങ്ങൾ ചർച്ച ചെയ്ത ഒരു കുടുംബ വിഷയത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞത്. ഇത് മാധ്യമങ്ങൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചിട്ട് ആൾക്കാർക്ക് ഇവർ തമ്മിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് അറിയാൻ താല്പര്യം കാണും. അതിലേക്ക് വരുമ്പോൾ ഈ കേസിന്റെ ബലം പോവുക. ശരിക്കും സത്യത്തിൽ അതാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇന്റർവ്യൂവിൽ ചേട്ടൻ പറഞ്ഞ തന്നെ ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആള് പിന്നെ ഈ കുടുംബമായിട്ട് ഒരു ബന്ധമില്ല, വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, അവരുടെ ഒരു ഫംഗ്ഷന് പോകുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അത് അച്ഛനാണ് പറഞ്ഞിട്ടുണ്ട്. അല്ല, ലക്ഷ്മിയെ കുറിച്ച് നമ്മൾ അത്രയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. സംശയത്തിന്റെ കാര്യത്തിൽ 6 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ആരിൽ നിന്നെങ്കിലും ഒരു മൊഴി എടുക്കാം. ഇപ്പോൾ അവർ പറയും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് അവർ പറയാമെന്ന് വയ്ക്കുക. അങ്ങനെ സംഭവിച്ചിട്ടില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാലും എൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൂടെ അവരെ അറിയാൻ വിളിക്കണ്ടേ? അത് ഒരു സാധാരണ ജനത്തിനുള്ളൊരു സംശയമാണത്. 6 വർഷമായിട്ട് ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട്. അയാളോടൊന്ന് ചോദിക്കാനുള്ളൊരു ധാർമ്മികത അവരുടെ മകളും ഭർത്താവും അല്ലേ മരിച്ച്, അതുണ്ടായിട്ടില്ല. അപ്പോൾ സംശയം ബലപ്പെടുകയല്ലോ ചെയ്യണത്. സംശയം ബലപ്പെടുകയാണ് ശരിക്കും. ഇപ്പോഴത്തെ അവർ വന്ന ഇൻ്റർവ്യൂ അവർക്ക് തന്നെ ഒരു വിനയമായില്ലേ ശരിക്കും. ഇപ്പം ശരിക്കും ആ ഇൻ്റർവ്യൂ കണ്ട് അവർ ഉദ്ദേശിച്ച് അവരൊരു എസ്കേപ്പാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ അതൊന്നും അതല്ലല്ലോ ഉണ്ടായത്. അതിൻ്റെ ഇരട്ടി അവർക്കൊരു നെഗറ്റീവ് മാർക്കല്ലേ വന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളൂ. ചേട്ടാ, ഈ ലക്ഷ്മിയുടെ ഇന്റർവ്യൂവിൽ ഈ തമ്പി എന്നൊരാളിനെ പറ്റി പറയുന്നുണ്ട്. മാനേജർ. കാരണം ആള് ഫോൺ സ്റ്റേഷനിൽ നിന്ന് മേടിച്ചിട്ട് പോയി, പിന്നെ ഇവർക്ക് കൊടുക്കുന്നില്ലായിരുന്നു ഫോണും ഫേഴ്സും. അതിനെപ്പറ്റി വല്ലതും ചേട്ടൻ അറിയോ? ഇല്ല, അതങ്ങനെ അപകടം നടന്നിട്ട് വെളുപ്പിന് 4:30 കണ്ട അപകടം നടന്നെന്ന റിപ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് വെളുപ്പിന് 7:30 പോയി മംഗലപുരം സ്റ്റേഷനിൽ നിന്ന് ഈ തമ്പിയും ഒരു സ്ത്രീയും ചെന്ന് മേടിച്ചു എന്നാണ് അവിടെ നിന്ന് പോലീസ് പറഞ്ഞേക്കണത്. ആഭരണങ്ങളും ഫോണൊക്കെ മേടിച്ചു. അപ്പം അന്ന് ഒരു സെലിബ്രിറ്റി അല്ലേ, അവരുടെ മാനേജരാന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് കൊടുക്കൂലേ. ഇത്രയും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ചെയ്യില്ല. റെസിപ്റ്റ് പോലും ഇല്ലാതെ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പം അത് ഒരു സത്യം ഉണ്ടായിരിക്കും, ഇല്ലാണ്ടിരിക്കാൻ കാര്യമില്ല ആ കാര്യത്തിൽ. ശരിക്കും ചേട്ടൻ്റെ ഇൻസിഡന്റ് നടക്കുന്ന ഒരു പെട്രോൾ പമ്പിൽ നിന്നാണ് ചേട്ടൻ കണ്ടു തുടങ്ങുന്നത്. അതെ. ശരിക്കും ചേട്ടൻ അവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? എന്നിട്ട് ചേട്ടൻ എന്താണ് കണ്ടത് ശരിക്കും? ഞാൻ എൻ്റെ തിരുനെൽവേലിക്കുള്ളൊരു യാത്രാമധ്യേ എനിക്ക് ഉറക്കം വന്നപ്പോൾ പെട്രോൾ പമ്പിൽ കിടന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി സർവീസ് ഇൻഡിക്കേഷൻ കത്തിപ്പോൾ ചേർത്തല വെച്ചാണ് ഉണ്ടായത്. അപ്പോൾ അതിന് ഡ്രൈവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ട്രിവാൻഡ്രത്ത്. ഞാനൊന്ന് കട്ട് ചെയ്യാണ്. ചേട്ടൻ്റെ ഇതിൽ ഞാൻ കുറേ ഇൻ്റർവ്യൂവിൽ കണ്ടപ്പം ഒരു കമൻറ്റാണ് അതിന് തന്നത്, ഇത്രയും ബെൻസ് കാറിലാണ് അവിടെ വന്ന് കിടന്നതെന്ന്. ഇത്രയും ബെൻസ് ഉള്ള ഒരാൾ എന്തിനായിരിക്കും പെട്രോൾ പമ്പിൽ വന്ന് ഓഫ് ചെയ്ത് കിടക്കുന്നതെന്നൊരു ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ആദ്യത്തെ ചോദ്യമൊന്നുമല്ല. ഞാൻ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ജോർജ് ജോസഫ് സാറൊക്കെ പലപ്പോഴും പറയുന്നത് ഞാൻ എപ്പോൾ എവിടെ റെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇപ്പം നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ടോൾ ബൂത്തിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്. നമ്മൾ സേഫായിട്ട് കിടക്കാം. നമ്മൾ കേരളം വിട്ട് ഗുജറാത്ത് സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 1100 രൂപ കിട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല AC റൂം തന്നെ കിട്ടും. ഓൺ ദ വേ നല്ല റൂം തന്നെ കിട്ടും, യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ നമ്മളൊരു ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് 10-20 മിനിറ്റ് എടുക്കും, ഉറപ്പായിട്ടും എടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഈ സാധനങ്ങളെല്ലാം എടുത്ത് റൂമിൽ പോയി ആ റൂമായിട്ടൊരു അന്തരീക്ഷം ഒന്ന് പിടിച്ചു വരാനെടുത്ത് 10-15 മിനിറ്റ് എടുക്കും. അങ്ങനെ ഒരു 1.5 മണിക്കൂർ അങ്ങോട്ട് പോകും. പിന്നെ ഞാൻ രാവിലെ എനിക്ക് 3:30 യാത്ര തുടങ്ങുന്ന ആളെ എവിടെയാണെങ്കിലും. അപ്പോൾ 2-3 മണിക്കൂറേ നമുക്ക് കിടക്കാനായിട്ട് അവിടെ കിട്ടണുള്ളൂ. പിന്നെ അതേമാതിരി തന്നെ ചെക്കൗട്ട് ചെയ്യണമെങ്കിലും ഇവിടെ ഒന്ന് ബില്ല് റെഡിയാക്കി എല്ലാം കഴിയുമ്പോഴത്തേനും അരമണിക്കൂർ വെറുതെ പോകും. ഇതെന്നാ നമ്മളിപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിൽ ഫ്രഷ് ആവാനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ടോൾ ബൂത്തിലൊക്കെ നമ്മുടെ വീട്ടിലുള്ളതിനേക്കാളും നല്ല ടോയ്ലറ്റും വാഷ്റൂമുകളൊക്കെ ഉണ്ട്. അത് ഈ സൗത്ത് ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ യാത്ര ചെയ്യണ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനതങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് വണ്ടി വലിയ പ്രീമിയം വണ്ടിയാണെങ്കിൽ അതിനകത്ത് സുഖമായിട്ട് കിടക്കാം. ബെഡ് കണക്ക് സീറ്റ് ഇട്ടിട്ട് കിടക്കാനായിട്ട് ഞാനങ്ങനെ ശീലിച്ചു പോയ ഒരാളാണ്. ഇപ്പം ഇന്നും ഇന്നലെ ഒന്നുമല്ല, വർഷങ്ങളായിട്ട് എൻ്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ അത് മാറ്റാനായിട്ടൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അത് തന്നെ ചെയ്യുള്ളൂ ഇനി. അപ്പം ആ പെട്രോൾ പമ്പിൽ
ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കിടന്നു. അപ്പം അന്ന് ശരിക്കും അവിടെ കിടക്കില്ല, അറിഞ്ഞാൽ നേരെ തിരുനെൽവേലിക്ക് പോവുണ്ടായുള്ളൂ. പക്ഷേ ഈ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് വന്നപ്പോൾ എനിക്ക് ബാംഗ്ലൂരാണ് ഞാൻ വണ്ടി സർവീസ് ചെയ്യണത്, ബാംഗ്ലൂരിൽ ബെൻസിൻ്റെ ഷോറൂമിൽ. അപ്പോൾ ഡ്രൈവർ വരാൻ കോതമംഗലത്തുനിന്ന് ഡ്രൈവർ അവിടെ എത്തണമെങ്കിൽ സമയം കുറച്ച് എടുക്കും, രാവിലെ 11 മണിക്ക്. അപ്പോൾ അങ്ങനെ ഉറക്കം വന്നപ്പോൾ നമ്മളവിടെ കിടന്ന് ജസ്റ്റ് അവിടെ കിടന്നു. ഇതിൻ്റെ അകത്ത് ഒരു കമൻറ്റും കൂടെ എഴുതിയിട്ടുണ്ട്, ഈ നമ്മൾ പെട്രോൾ പമ്പിൽ കിടന്നു കഴിയുമ്പോൾ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടണ സൗണ്ട് കേട്ടാൽ എനിക്കുന്നത്. അപ്പം ആൾക്കാർ ചോദിക്കേണ്ടതിനകത്ത് ബെൻസ് കിടന്നിറങ്ങുമ്പോൾ എങ്ങനെയാണ്, ബെൻസ് ശരിക്കും നല്ല പ്രൂഫാണ്, എങ്ങനെയാണ് സൗണ്ട് കേൾക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആണെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഉപദേശം കണക്ക് എടുത്താൽ വണ്ടി നിർത്തി പാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് സ്വിച്ച് ഉണ്ട് വണ്ടിയിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ എയർ പുറമേ നിന്നുള്ള എയർ കയറാണല്ലോ. അപ്പോൾ ഈ വണ്ടിക്ക് ഈ കിടന്നുറങ്ങുമ്പോൾ എ സി എന്നുള്ള പ്രശ്നങ്ങളും അപകടങ്ങളും ഒക്കെ രാത്രി കിടന്നിറങ്ങണം, വണ്ടി കത്തു പിടിച്ചു ഇതൊക്കെ, അല്ലെങ്കിൽ ഓക്സിജൻ ഇതിൻ്റെ കാർബൺ ശ്വസിച്ച് മരിച്ചു എന്നൊക്കെ കേൾക്കണം. ഈ പുറമേ നിന്നുള്ളത് എക്സിറ്റ് ഓൺ ചെയ്യാണ്ട് കിടക്കണോണ്ടാണ്. അത് ഓൺ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്നുള്ള എയർ പാസ്സായി പൊക്കോളും, നല്ല ക്ലിയർ ആയിട്ട് ഫ്രഷ് എയർ പുറമേ നിന്ന് കയറുകയും ചെയ്യും. ആ കൂടെ നമുക്ക് പുറമേ നിന്നുള്ള സൗണ്ടും കേൾക്കാം. അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെൻസിന് എക്സിറ്റ് ലോക്ക് ചെയ്യാം. ബെൻസിൻ്റെ വണ്ടിക്ക് പിന്നെ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി ഓഫ് ആവുന്ന ഒരു സംവിധാനമുണ്ട് ഓട്ടത്തിൽ. പക്ഷെ പാർക്കിങ്ങിൽ അതില്ല. അപ്പോൾ പാർക്കിങ്ങിൽ നമ്മൾ കിടക്കുമ്പോൾ ഈ വണ്ടിയല്ല ഏത് വണ്ടിയല്ലാലും ഞാൻ കിടക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ട് കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ സൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടല്ല ഫീബിളായിട്ടാണ് നമ്മൾ കേൾക്കും. അങ്ങനെ ഈ കുപ്പി പൊട്ടണ വീടിന ചില്ല് പൊട്ടണ സൗണ്ട് കേട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോഴാണ് ഒരു സ്കോർപ്പിയോയിൽ ഒരു 5-6 പേര് നിന്ന് മദ്യം കഴിച്ചിട്ട് അതിൻ്റെ കുപ്പി ഈ ഗ്ലാസും റോട്ടിലേക്ക് എറിയുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന 4 വണ്ടികളല്ലേ? അല്ല, ഞാൻ കാണുമ്പോൾ ഒരു വണ്ടിയാണ് വന്ന് നിൽക്കുന്നത്. ഒരു വണ്ടിയാണ് സ്കോർപ്പിയോ പൊട്ടണ സൗണ്ട് കേട്ടാണ് ഞാൻ എണീക്കുന്നത്. എണീച്ച് നോക്കുമ്പോഴാണ് ഈ സ്കോർപ്പിയോ കാണുന്നത്. അതിനുശേഷമാണ് ഒരു വണ്ടി വന്ന് നിൽക്കുന്നത്, ഒരു ഇന്നോവ വന്ന് നിൽക്കുന്നത്, വൈറ്റ് അല്ല. സ്കോർപ്പിയോയിൽ അവർ മദ്യപിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ബോണറ്റയിൽ ഇത് വെച്ചിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്നിട്ട് ആ ഗ്ലാസ് അല്ലെങ്കിൽ കുപ്പിയോ റോട്ടിലേക്ക് എറിഞ്ഞ് പൊട്ടണ സൗണ്ട് കേട്ടാണ് ഞാൻ എണീക്കുന്നത്. പിന്നെ നമ്മൾ ഉറങ്ങിയില്ല, കിടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എണീച്ച് നോക്കില്ലേ. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഇന്നോവ വന്ന് നിൽക്കണേ കാണുന്നത്. അതിൻ്റെ ഡ്രൈവർ ഇറങ്ങണം. ഞാൻ കാണുന്ന സൈഡിൽ ഡ്രൈവർ തടിച്ചിട്ട് പൊക്കമുള്ള ഒരാളാണ്. അത് ഈ ഇടയും പഴയ ഒരു വാർത്ത വന്നതിൽ നന്ദു എന്ന് പറഞ്ഞ ആളാണ്, പരിസരവാസിയാണ്, ആരോ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞങ്ങളാണ് എടുക്കുന്നത്. അവരൊക്കെ ഈ സാക്ഷ്യപ്പെട്ടിയെന്ന് അവർ മാറ്റി നിർത്തി. തടിച്ചിട്ട് വണ്ണമുണ്ടായിട്ടുള്ള ആളാന്ന് പലരും പറയുന്നുണ്ട്, ദൃക്സാക്ഷികൾ പലരും പറയുന്നുണ്ട്. അവിടുന്ന് എടുക്കണതിൽ അങ്ങനെയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ കണ്ട ആൾ ശരിയാവേണ്ടത് എങ്ങനെയാണെങ്കിൽ അപ്പം വന്ന് നിന്ന് സംസാരിക്കണു. അതിൻ്റെ ബാക്ക് ഡോർ തുറന്നിട്ട് ഒരാളെ പുറത്തേക്ക് ഇറക്കണു. അവരെ ഇങ്ങനെ നിർത്തി കിടത്തി. സംസാരിക്കുന്ന ബാക്കിലുള്ള ആളോടാണോ സംസാരിച്ചോണ്ടിരുന്നത് ഈ കാറിന്റെ? അല്ല, ഡ്രൈവറുടെ സൈഡിൽ നിന്ന് ആൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഈ സ്കോർപ്പിയോയിലുള്ളവരായിട്ടാണ് സംസാരിക്കണം. അതിനിട്ട് ഈ സ്കോർപ്പിയോയിലുള്ളവർ പോയിട്ട് ഇന്നോവയുടെ നടുവ് ഡോറ് തുറന്നിട്ട് ഒരാളെ വലിച്ചിറക്കിയിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഒരാൾ ഒപ്പം നിന്നിട്ട് ഇടിക്കണയാണ്. ഒരേ ഇടിക്കും കൈ പൊക്കുണ്ട്. എനിക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പാടില്ല. അപ്പോൾ ഡ്രൈവർ ഓപ്പോസിറ്റ് ഒരാൾ ഇങ്ങനെ കുനിഞ്ഞിരിപ്പുണ്ട്. അതാണാണോ പെണ്ണാണോ എന്ന് നമുക്കറിയാൻ പാടില്ല. ഇതാണ് നമ്മൾ കാണുന്ന സീന്. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് വേറൊരു ഇന്നോവയും കൂടെ കൊല്ലം സൈഡിൽ നിന്ന് വന്നു. അത് വെള്ള ഇന്നോവ. അതിൻ്റെ അകത്ത് 2 പേര് ഇറങ്ങി. ഒരാൾ ഒരു ഫുൾ സ്ലീവൊക്കെ ഇട്ട ഒരാൾ വെള്ളയും വെള്ളയിട്ട ഒരാൾ. അത് ഇവരുമായിട്ട് വർത്താനം പറയും. ഇവർ കൂടി വന്നൊരു 5 മിനിറ്റ് കൂടുതൽ വർത്താനം പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവർ ഷെയ്ക്കാൻ്റെ കൊടുത്ത് കൊല്ലം സൈഡിലേക്ക് പിരിഞ്ഞു പോയി. എന്നിട്ട് ഈ വണ്ടി നമ്മുടെ ഇപ്പം ഈ ആക്സിഡന്റ് ആയ വണ്ടി ഇവരെല്ലാം പിരിഞ്ഞു പോയി, എല്ലാം കഴിഞ്ഞില്ല. കൊല്ലത്തുനിന്ന് വന്ന വണ്ടി തിരിച്ചുപോയി. എന്നിട്ട് ഇവർ പിരിയാൻ നേരത്ത് ഈ ഇതിനകത്ത് ഉണ്ടായിരുന്ന ബെർമുടക്കാരൻ സ്കോർപ്പിയോയുടെ നടുവ് ഡോർ വന്നിട്ട് ലിവർ എടുത്തിട്ട് ഇന്നോവയുടെ ബാക്കിലേക്ക് അടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഇപ്പോഴും ആ ബാക്കിലെ ഗ്ലാസ് പൊട്ടി എങ്ങനെയാണെന്ന് ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല, ഒരാൾക്ക് പോലും പറയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈവൻ CBI പോലും അന്വേഷിക്കുന്ന കേസ് ഈ ബാക്ക് ഡോറിന്റെ കാര്യങ്ങൾ മാത്രം, ബാക്ക് ഗ്ലാസിന്റെ കാര്യങ്ങൾ മാത്രം എങ്ങും പറയുന്നില്ല. അല്ലെങ്കിൽ അതിനെ അതെന്തായിരിക്കും എന്ന് തോന്നുന്നു. അതെന്തായിരിക്കും എന്ന് വെച്ചാൽ അവർക്ക് കേസ് തെളിയിക്കാൻ താല്പര്യമില്ലായിരിക്കും. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു സാക്ഷി കണ്ടിട്ട് പറഞ്ഞിരുന്നു അത് പൊട്ടി കിടക്കണോണ്ട് ഒരു ചെറിയ കൈ കിടക്കാൻ മാത്രമൊരു ഹോള്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല. അത് എങ്ങനെ പൊട്ടി? അപ്പോൾ ആ പൊട്ടിയെ വേറെ അവിടെ ഒരു സാക്ഷി ഇതുവരെ പറഞ്ഞല്ലോ. നമ്മൾ സംസാരിക്കുന്ന 6 വർഷം കഴിഞ്ഞ് ഈ സമയം വരെ ആരും പറയാനില്ല ഞങ്ങൾ കണ്ടു പൊട്ടിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പൊട്ടിച്ചു എന്ന് പറഞ്ഞില്ല. ആ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് മാത്രം ടിൽറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്ന സമയത്ത് ഈ സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ് എങ്ങാണ്ടാണ് അവർ പൊട്ടിച്ചിട്ടുള്ളൂ. ഒരു ഗ്ലാസ് മാത്രം കണ്ടാൽ പൊട്ടിച്ചിട്ടുള്ളൂ. വേറെ ഒരു ഗ്ലാസ്സിനും പരിക്കില്ല വണ്ടിയിട്ട്. ഇപ്പൊ കാണുമ്പോഴും ഇല്ല. അങ്ങനെയാണ് നിൽക്കുന്നത്. അതിനുശേഷം ഈ ആക്സിഡന്റിന് ശേഷം പിന്നെ ഇവർ മുമ്പോട്ട് പോയി. ഇവിടുന്ന് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ആക്സിഡന്റിലേക്ക് എത്തുന്നത്. അതെ. അത് ചേട്ടൻ ഫോളോ ചെയ്ത് കണ്ടിട്ടില്ല? ഇല്ല. വണ്ടി ഇടിക്കുന്ന സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനിത് കഴിഞ്ഞ് വാഷ്റൂമിൽ ഇപ്പോൾ സൈഡിൽ വാഷ്റൂമിൻ്റെ അവിടെ പോയി ഫേസൊക്കെ കഴുകി തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മറന്നുല്ലോ. ഇപ്പോൾ ഇവിടെ കടന്ന സംഭവമില്ല. പിന്നെ പോണ പോക്കിലാണ് ഒരു വണ്ടി ഈ തിരുവനന്തപുരം സൈഡിൽ നിന്ന് കൊല്ലം സൈഡിലേക്ക് ഓൺ ഞെക്കി പിടിച്ച് ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് അസാധ്യ സ്പീഡിൽ പോകുന്നത്. അത് വണ്ടി എന്നാന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാനില്ല, അത്ര സ്പീഡാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചുമന്ന കളർ കണക്കാണ് തോന്നിയത്. ഊഹിച്ചാൽ അതൊരു സ്വിഫ്റ്റ് ആയിരിക്കാം, അത്ര പറയാനേ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഇത് പിരിഞ്ഞു പോയത് എങ്ങനെയാണ് ചേട്ടൻ കണ്ട സ്ഥിതിക്ക്? ഇവരെല്ലാം വന്നു അവരെല്ലാം പറഞ്ഞു പോയി. 2 പേരും വണ്ടി പിരിഞ്ഞു പോയി, മുന്നോട്ടേക്ക് പോയി.
അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ ഉള്ള കാര്യം ഞാൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു 4 കിലോമീറ്റർ കഴിയുമ്പോഴത്തേനും റോട്ടിൽ ഒരു ആൾക്കൂട്ടം കണക്ക് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അവിടെ നല്ല മഞ്ഞ് മൂടിയൊരു അവസ്ഥ, പുക മയത്തിലാണ് നിൽക്കണേ. അപ്പം അപകടം എന്തെങ്കിലും നടന്നായിരിക്കുന്നോർത്ത് വണ്ടി നമ്മൾ സ്ലോ ചെയ്ത് തുറക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും കുറേ ആൾക്കാർ വന്ന് ഡോറ് അടിച്ച് അസഭ്യമായ ചീത്തയും പറഞ്ഞിട്ട് ഓടിക്കാൻ നോക്കുമ്പോഴാണ് ഫ്രണ്ടിൽ ഈ വടിവാളും കുറുവടിയും ആയുധങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ നിൽക്കണം. ആ നോക്കുമ്പോൾ ഈ ഇവിടെ ഉണ്ടായിരുന്ന ബർമുടക്കാരനും കാവി കൊണ്ടുപിടുത്തിയ ആളും ബാക്കി അവിടെ കണ്ട കുറേ ആൾക്കാരും അവിടെ നിൽക്കുന്നുണ്ട്. അവർ 10-12 പേര് ആ സമയത്ത് അവിടെ ഉണ്ട്. അതും ഈ പരിസരവാസികൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അവർ വന്ന സമയത്ത് ആദ്യം എത്തിയ ആൾക്കാർ നന്ദു എന്ന് പറഞ്ഞ ഒരു പയ്യന് ആദ്യത്തിന് അവരുൾപ്പെടെ കൊടുക്കുന്നുണ്ട്. പരിസരവാസികളല്ലാത്ത കുറേ ആൾക്കാർ, അത് പരിസരവാസികളും പറയുന്നുണ്ട്. പരിസരവാസികളല്ലാത്ത 10-15 പേര് ആ സമയത്ത് അവിടെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഫോട്ടോസ് കാണിച്ചാൽ തിരിച്ചറിയാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. DRIക്കാർ മാത്രമേ അതിന് തുനിഞ്ഞോളൂ. അവരത് കണ്ടെത്തുകയും ചെയ്തു. ഈ 4 കാർ അവിടെ വന്നിരുന്ന കാറുകൾ 3 വണ്ടികൾ, ആ വണ്ടികൾ പിന്നെ പിടിച്ചെടുക്കുകയും ചേട്ടനെ വിളിച്ച് കാണിക്കുകയോ എന്തെങ്കിലും ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി അന്വേഷണം വന്നിട്ടോ? അന്വേഷണം വന്നോന്ന് അറിയില്ല. അവർ നമ്മളോട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. നമുക്ക് ചോദിക്കാൻ പറ്റും. നമ്മൾ കാര്യം ഇപ്പം നിങ്ങളോട് ഇതേമാതിരി പറഞ്ഞ മാതിരി ഇതിനേക്കാൾ കുറച്ചുകൂടെ വിശദീകരിച്ച് അവരോട് പറയും നമ്മൾ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു എവിഡൻസ് അവരല്ലേ നമ്മളെ കാണിക്കേണ്ടത്. നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ലല്ലോ കാര്യങ്ങൾ. അതെ. ഈ മുമ്പിലിരിക്കുന്ന അർജുൻ അല്ലെങ്കിൽ ആരാണ് വണ്ടി ഓടിക്കുന്നതിനെ പറ്റി ഒരു ക്ലാരിറ്റി ചേട്ടനുണ്ടോ? ഇല്ലില്ല. ഞാൻ കാണുമ്പോൾ ഡ്രൈവർ സൈഡിൽ നിന്ന് ഇറങ്ങിയത് തടിച്ചിട്ട് പൊക്കമുണ്ടായിട്ടുള്ള ഒരാളെ ഇറങ്ങി വന്നത്. കാരണം ഈ ഡ്രൈവർ സീറ്റിൽ തന്നെ ഇരിക്കുന്ന ഒരാളെ കണ്ട ഒരു KSRTC ഡ്രൈവറുണ്ട്. അയാളിപ്പോൾ എവിടെയാ? ഡ്രൈവർ KSRTC ഡ്രൈവർ എവിടെയാ? ആ കഥ നമ്മൾ സംസാരിച്ച ഇതിന്റെ ആ സ്പിരിറ്റ് പോകും. വന്ന വഴി പോയി അയാള്. ഇപ്പൊ ഗൾഫിലത് നല്ല ജോലിയാന്ന് പറഞ്ഞു. പുള്ളിയുടെ കാര്യങ്ങളെല്ലാം വെറുതെ ആയിപ്പോയി. അത് പുള്ളിനെ ആരോ കൊണ്ടുവന്നോ ആരോ അതിൽ നിന്ന് പിൻവലിച്ചു കൊണ്ടേ. അത് പിന്നെ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യാണ്ടിരിക്കണായിരിക്കും നല്ലത്. ഇപ്പൊ അയാൾ പിക്ചറിലില്ല. അപ്പൊ ശരിക്കും ആള് കണ്ടതായിരിക്കത്തില്ലേ? അതെന്താന്ന് ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കിടന്നു കഴിഞ്ഞാൽ അതിന്റെ ചെകഞ്ഞ ആൾക്കാരെ അന്വേഷിക്കും. എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവുമില്ല. ഞാൻ ഈ TV കണ്ട അറിവുള്ളൂ. ഒരു ദിവസം ചാനൽ ചർച്ചയിലെ കണ്ട് ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആണ് നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞത്. പുള്ളി അതിൽ തന്നെ നിന്നു. എന്തൊക്കെ ആയിട്ട് പിന്നെ അവസാനം പുള്ളി ഫോൺ വെച്ചിട്ട് പോയി. അന്ന് എന്തായാലും അർജുൻ എന്ന് പറയുന്ന ആള് ഭയങ്കര തടിച്ചിട്ടുള്ള ഒരാളാണോ? അല്ല. ഞാൻ ഒരു ദിവസം കോടതിയിൽ ചെല്ലുമ്പോൾ കണ്ടു. ചെറിയ പയ്യനതെ, മെലിഞ്ഞിട്ട് തീരെ ചെറിയൊരു പയ്യനാണ്. പുള്ളിയെല്ലാം ഉറപ്പാണ് ഓടിച്ചത്? അല്ല, ഞാൻ കണ്ടിട്ടില്ലല്ലോ ഈ സംഭവം. ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കാണുന്ന വണ്ടിയിൽ ഡ്രൈവർ സൈഡിൽ നിന്ന് ഇറങ്ങിയ ആൾ ഉള്ള ആളാണ്. ഈ പറഞ്ഞ അപകടം നടന്ന സ്ഥലത്തും ആദ്യം എത്തിയെന്ന് പറയുന്നവരും ആ രക്ഷാപ്രവർത്തനത്തിനുണ്ടായവരും പിന്നെ ഒരു CIT നേതാവുണ്ട് അവിടുത്തെ ഒരു പുള്ളീനെയൊക്കെ ഇതിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കി. പുള്ളി ഈ തവണയും അതിൻ്റെ മൊഴി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാലഭാസ്കർ അല്ല വണ്ടി ഓടിച്ച്, തടിച്ചിട്ട് പൊക്കമുണ്ടായിട്ട് ഒരാളാണ് വണ്ടി ഓടിച്ചതെന്ന് പുള്ളി കൃത്യമായിട്ട് പുള്ളിയും പറയുന്നുണ്ട്. ആദ്യം വന്നെന്ന് പറഞ്ഞാൽ നന്ദു പറഞ്ഞാൽ ആ പയ്യനും പറയുന്നുണ്ട് ഇങ്ങനെ ഒരാളാണ് ഓടിച്ചതെന്ന്. പക്ഷെ അതൊന്നും ഇവർ മുഖവിലക്ക് എടുക്കണില്ല. അതായത് നമുക്ക് കേസ് വിജയിക്കും എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് വരുമ്പോൾ CBI അതിൽ നിന്ന് മാറിക്കളയുന്നത്. ആദ്യം മുതൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. പിന്നെ ജോർജ് ജോസഫ് സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഒരു ബുള്ളറ്റുകാരനെ പറ്റിയിട്ട്. ഒരു ബൈക്ക് നിർത്തുന്നു കണ്ടു. അത് സൗജന്യം കണ്ടിരുന്നു. ഞാനാണ് പറഞ്ഞത്. അതായത് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ ബൈക്ക് സ്റ്റാർട്ടാക്കിയിട്ട് തടിച്ചിട്ട് ഒരാൾ തുഴഞ്ഞു പോകണം. സ്റ്റാർട്ടാക്കിയിട്ട് തുഴഞ്ഞു അതിന് തൊട്ട് മുമ്പ് അതിൽ നിന്നൊരു എന്തോ ഒരു ചെറിയ പുതിയ മേടിച്ചിട്ട് ഇടത് സൈഡിൽ ഒരു പയ്യൻ ഹാഫ് പാൻ്റൊക്കെ ഇട്ട് ചെറിയൊരു ഇങ്ങനെ ബുൾഗാൻ കണക്ക് ചെറുതായിട്ട് താടിയുണ്ട് മെല്ലിട്ട് ഒരുത്തൻ ഈ സൈഡിൽ കൂടെ ഓടിപ്പോണു. രണ്ടുപേരും ഈ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് പോകുന്നതായിട്ട് ചേട്ടൻ കണ്ടിരുന്നു? അല്ലല്ല, ഒന്നും അങ്ങനത്തെ സീൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. വണ്ടി ഇടിക്കണ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് അവിടെ വന്ന ഒരാൾ ഞാൻ കണ്ടു എന്ന് പറയുന്നത് ഈ പമ്പിൽ വെച്ചുള്ള കാര്യമാണ് നമ്മൾ കണ്ടത്. അപ്പം ആ വണ്ടി തന്നെയാണ് സ്ഥിരീകരിച്ചത്. ഈ ഇവിടെ വരുമ്പോൾ നോക്കുമ്പോൾ ഈ കിടന്ന വണ്ടിയുടെ ബാക്കിൽ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ സെയിം വണ്ടിയാണെന്ന് നമ്മൾ ഊഹിക്കുകയല്ല, അത് ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മളത് ഉറപ്പിക്കുന്നത്. അതല്ലാണ്ട് അതിനകത്ത് വേറെ ക്ലാരിറ്റി കുറവൊന്നും എന്നെ സംബന്ധിച്ചില്ല. പക്ഷെ അതൊരു വലിയ ലീഡിങ്ങിലോട്ടാണ് പോകുന്നത്. ചിലപ്പോൾ സൊർണ്ണക്കടത്താണോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ആക്സിഡന്റ് എന്ന് പറഞ്ഞു വെച്ചിരുന്ന ഒരു സാധനത്തിന് അടുത്തൊരു പുൾ ഓഫ് ആണ് സൗചേട്ടന്റെ ഈ മൊഴി എന്ന് പറയുന്നത്. അതൊരു ചിലപ്പം വേറൊരു വലിയ കേസായി മാറാം. കാരണം ഒരു സ്വർണ്ണക്കടത്തോ കേസായി മാറാന്നല്ല, കേസായി മാറിയിട്ടുണ്ട്. പക്ഷെ അത് തെളിയിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. തെളിയിക്കേണ്ട കാര്യം നമ്മളതന്ന് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവിടെ കിടക്കാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ വണ്ടി ഒന്ന് സർവീസ് ആവാണ്ടിരിക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമ്മളങ്ങനെ ഒരു ആളവിടെ ഇല്ല. ഈ കേസ് അങ്ങനെ ഇല്ലാണ്ട് പോയേനെ. ഇവർക്ക് വീട്ടുകാർക്ക് പറയാനല്ലേ പറ്റുള്ളൂ. പിടിച്ചു കയറാനൊരു സ്ഥലവും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യത്തിന് ഇത്രയും നാളായിട്ടും ഈ ഒരു അന്വേഷണ ഏജൻസിക്കും ഒരു മറുപടിയും പറയാണ്ടായിട്ടില്ല. ചേട്ടൻ ഈ 6 വർഷമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഭീഷണികളോ? അത് ഇഷ്ടമാതിരി വന്നിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമുക്ക് പോലീസ് പ്രൊട്ടക്ഷനും തന്നിട്ടുണ്ട്. ആരിൽ നിന്നായിരുന്നു ഇത്? അത് ആരാന്ന് നമ്മൾ അറിയണ എങ്ങനെയാ? ഇപ്പൊ ഈ തൊട്ടടുത്ത ദിവസം എൻ്റെ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഊന്നൽ സ്റ്റേഷനാണ്. അപ്പൊ അവിടുന്ന് രാവിലെ അവിടുത്തെ PR സാറ് എൻ്റെ മാനേജറുണ്ട് രേഖ ശ്രീധരൻ എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നലെ അവിടെ എന്തെങ്കിലും സംഭവം നടന്നോന്ന് വെച്ചാൽ രാത്രി
എന്തെങ്കിലും സൗണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടായെന്ന് വെച്ചാൽ അവർ പറഞ്ഞില്ല, ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് രാത്രി അവിടെ പട്രോളിങ്ങിന് വന്നപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കയറുന്ന വഴി സൈഡിൽ ആരോ നിൽക്കണം കണ്ടിട്ട് ഇവർ വണ്ടി നിർത്തി അവരെ ഇറങ്ങിയപ്പോഴത്തേനും അയാൾ ഓടിയെന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ പുറകെ ഇവർ ഓടിയപ്പോഴത്തേനും 4 പേര് ഇതിലെ അവരെ പുറകെ ഓടി അപ്പുറം പറമ്പിലേക്ക് ആടി പോയി എന്ന് പറഞ്ഞു. തടിച്ചിട്ട് പൊക്കോട്ടായിട്ട് ഒരാൾ. എന്നിട്ട് അവരവിടെ ആ സൈഡ് വഴി ട്യൂബ് ഇടാൻ പറഞ്ഞ് ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത് തൊട്ട് ഒരു 10 ദിവസമൊക്കെ ആയി കാണും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരിപ്പോൾ രാത്രി പെട്രോളിങ് ശക്തമാക്കിയിട്ടുണ്ട് അവിടെ. അങ്ങനെ പല സ്ഥലത്തും വെച്ച് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി എല്ലാം ബുള്ളറ്റ് പ്രൂഫാണ്. ഈ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുമ്പോൾ ആരോ ഒരാൾ പറയണ്ട അങ്ങനെ സാധാരണക്കാരന് ബുള്ളറ്റ് പ്രൂഫ് വണ്ടി കിട്ടില്ല എന്ന്. ആർക്കും കിട്ടും ബുള്ളറ്റ് പ്രൂഫ്. ഈ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗ്ലാസ് അല്ല അതിൻ്റെ മേക്ക്, നമ്മൾ ഈ ഇത് ഒട്ടിക്കില്ലേ, പേപ്പർ ഒട്ടിക്കില്ലേ, അതേമാതിരി ചെറിയൊരു സാധനം ഇതിനകത്തേക്ക് ഒട്ടിക്കണത്. അതിലാണ് ഈ പ്രൂഫ് ചെയ്യേണ്ടത്. വണ്ടി മൊത്തം ഇല്ല. വണ്ടി മൊത്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ പ്രൊട്ടക്ഷൻ ഉള്ളവർക്കൊക്കെ ഗ്ലാസ് പോരാണ്ട് ബോഡി ഒക്കെ ഉണ്ടാവും. ബുള്ളറ്റ് പ്രൂഫ് ഭയങ്കര കോസ്റ്റ്ലി. അപ്പം ആ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ആർക്കും വണ്ടി ബുള്ളറ്റ് പ്രൂഫാക്കാം, ഒരു പ്രയാസമില്ല. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായാൽ കൊടുത്താൽ ചെയ്യുന്ന സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ അവർ റെഡിയാക്കി തോക്ക് കൊണ്ട് വെടിവെച്ച് കാണിക്കും നമ്മളെ. അതിന് വേറെ ഒരു നിയമ തടസ്സവും ഇല്ല കേട്ടോ. അതൊക്കെ ആരെങ്കിലും പറയേണ്ടത് തെറ്റിദ്ധാരണയാണ്. പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല, ഒരു പേടിയില്ല. എന്തിനാണ് അങ്ങനെ പേടിക്കണേ? കാരണം ഏറ്റവും വലിയൊരു കാര്യത്തിന്റെ ദൃസാക്ഷിയാണ്. അതെ. അപ്പോൾ അത് അങ്ങനെ പേടിച്ചിട്ട് ഞാൻ എന്നെ ഇപ്പോൾ വിളിച്ചു തുടങ്ങിയിട്ട് എത്ര ദിവസം, ഒരു ആഴ്ചയിൽ എന്നോട് ഇൻ്റർവ്യൂവിൻ്റെ സമയം പറഞ്ഞിട്ട് അപ്പോഴും ഞാൻ എൻ്റെ തിരക്കിൻ്റെ കാര്യം പറഞ്ഞു. അതൊക്കെ ഇൻ്റർവ്യൂ ഉണ്ടാവും, എൻ്റേതായ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോഴും ഞാൻ വന്നത് വെളുപ്പിനല്ലേ വന്നത്. അങ്ങനെ പേടിയുള്ള ആളാണെങ്കിൽ ഈ പറഞ്ഞ രാവിലെ യാത്ര ചെയ്യുക, ഉച്ചയ്ക്കല്ലേ യാത്രയുള്ളൂ. അങ്ങനെ പേടിച്ചിട്ടൊന്നും ജീവിക്കണമല്ല. നമ്മൾ കണ്ടത് സത്യമുള്ളതാണ്. ഞാൻ അത് എപ്പോഴും ഒരു ടാഗ് ലൈനായിട്ട് പറഞ്ഞത്, ഈ കേസ് എപ്പോഴെങ്കിലും തെളിയും. അപ്പം ഇന്ത്യ കണ്ടേക്കണ ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവിൻ്റെ നിന്ന് തെളിയും. നമ്മൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാണ്ട് മാറ്റി ഹൈഡ് ചെയ്ത് വെച്ചേക്കണ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്, ഇല്ലയെന്നൊന്നും പറയണില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ജനത്തോട് പറയാത്തതെന്ന് നിങ്ങൾ ചോദിക്കും. എനിക്കത് ബോധിപ്പിക്കേണ്ട 2 ആൾക്കാരേ ഉള്ളൂ. ഒന്ന് എൻ്റെ അഭിഭാഷകൻ രാമൻ കർത്ത സാറിൻ്റെ അടുത്ത് ഞാൻ കൃത്യമായിട്ടുണ്ട്. ഒന്ന് ബാലുവിൻ്റെ കുടുംബം. അതിൽ ബാലുവിൻ്റെ അച്ഛൻ ഉണ്ണിച്ചേട്ടൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കണ വരെ ഈ കാര്യം നിങ്ങൾ പുറത്ത് പറയരുത്, മരിക്കുന്ന ശേഷമാണ് ഈ പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ ഈ കേസ് തെളിയിച്ചോളാമെന്ന് അവർ പറഞ്ഞങ്ങനെ. രഹസ്യമല്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു കാര്യം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകും ആൾക്കാർ. അപ്പോൾ ആ ഒരു സാധനം അങ്ങനെ നിന്നോട്ടെ. എന്തുകൊണ്ടാണ് പേടിച്ചിട്ടാണെന്നൊന്നും ചോദിക്കേണ്ട. കാരണം വെച്ചാൽ പേടിച്ചിട്ടല്ല, നമ്മൾ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇത് തെളിയണ്ടേ, ഇത് എങ്ങനെയും തെളിയണ്ടേ. അല്ലാണ്ട് നമ്മളിതെല്ലാം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അല്ലെങ്കിൽ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്തോട്ടെ. അപ്പോൾ പബ്ലിക്ക് ഒരേ സമയം കാണുക. ഇപ്പം ഞാനൊരു ചാനലിന് വന്ന് പറഞ്ഞാൽ ആ ചാനലിൻ്റെ വ്യൂവേഴ്സ് അത് കോപ്പി ചെയ്ത് പോണവരല്ലേ കാണുള്ളൂ. മറ്റ് ലൈവ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ മലയാളി എവിടെയുണ്ട് അവരെല്ലാവരും ഈ സാധനം കാണും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ബ്രെയിൻ മാപ്പിംഗ് എന്ന് പലർക്കും അറിയാൻ പാടില്ല, എനിക്കും അറിയാൻ പാടില്ല. അപ്പോൾ ഇതെന്താ സംഭവിക്കണേ, ഞാൻ എന്താ പറയണതെന്ന് ജനം ലൈവായിട്ട് നമ്മുടെ മൊബൈലിൽ കാണും. അതാണ് എൻ്റെ ആഗ്രഹം. ആ സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ലേ പറയണത്, അതിൽ നമ്മൾക്ക് മറച്ചു വെച്ചൊന്നും പറയണില്ല. അപ്പം ജനം കാണട്ടെ, ആ സമയത്ത് നമുക്ക് തീരുമാനിക്കാം ഞാൻ പറഞ്ഞത് ശരിയാണോ ഇല്ല എന്നുള്ള കാര്യം. കാരണം അതൊരു പോരാട്ടമാണ് തീർച്ചയായിട്ടും. ഒരു പോരാട്ടം തന്നെ, വലിയൊരു പോരാട്ടം തന്നെയാണ്. അപ്പൊ അതിൽ നമ്മൾ പിന്നെ ഇപ്പൊ ഒരു ആളുടെ പേര് അതിൽ പറഞ്ഞ അയാൾക്ക് എന്നോട് ദേഷ്യം തോന്നേണ്ട കാര്യമില്ലല്ലോ. ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. നമ്മൾ അബോധാവസ്ഥയിൽ ഇത് പറയണത്, നമ്മൾ മൈക്കൊക്കെ എടുത്തിട്ടല്ലേ പറഞ്ഞത്. അല്ലാണ്ട് ഞാനൊരു ചാനലിൽ വന്നത് ഇന്ന ആളത് ചെയ്തതെന്ന് പറയുന്നതിന് അയാൾക്ക് ദേഷ്യം തോന്നാം. ഇതിൽ എന്നോട് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. പിന്നെ ആ ഒരു സമയമാകുമ്പോഴത്തേനും നമ്മുടെ ജീവന് ശരിക്കും നല്ലൊരു ത്രെഡ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കണം. അപ്പോൾ ആ ഒരു പെർമിഷൻ കോടതി ബ്രെയിൻ മാപ്പിംഗ് ലൈവ് എന്നും പറഞ്ഞുകൊണ്ട് ഇത്രാം തീയതി സോഫിയുടെ ബ്രെയിൻ മാപ്പിംഗ് അത് ലൈവ് വിടാനെന്നും പറഞ്ഞുകൊണ്ട് കോടതി ഒരു പെർമിഷൻ ചെന്നാൽ ആ പെർമിഷൻ കിട്ടുന്ന അന്ന് തൊട്ട് ഇത് നടക്കണ വരെ ഞാൻ സൂക്ഷിക്കും. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല, അത് ഞാൻ സൂക്ഷിക്കും. അത് അത്ര സമയം ഞാൻ ജീവിച്ചിരിക്കേണ്ട എൻ്റെ ഒരു ആവശ്യം. കാരണം വെച്ചാൽ എൻ്റെ 6 കൊല്ലത്തെ പോരാട്ടത്തിൻ്റെ അവസാനമാണത്. അപ്പോൾ അത് പറയാതെ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ പുള്ളി പറഞ്ഞ് സത്യമാണെന്നേ പറയുള്ളൂ, എന്താണെന്ന് സത്യം എന്ന് പറയില്ല. അത് ജനം അറിയണമെങ്കിൽ ആ പറയുന്ന കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയെന്ന് എന്നെ വക്കീൽ വിളിച്ച് പറയുമ്പോൾ അന്ന് തൊട്ട് ഞാൻ മാറി നിൽക്കും. ഒരു സംശയം വേണ്ട. അത് പേടിച്ചിട്ടാണെന്ന് നിങ്ങൾ ഓർക്കണം. ഞാൻ ജീവിച്ചിരുന്നിട്ട് ഈ കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഇനിയിപ്പം ചേട്ടൻ ഇപ്പം പിന്നെ CBI വിളിപ്പിക്കോ? ഇല്ല, ഒന്നും ചെയ്യിച്ചിട്ടില്ല, ഒന്നുമില്ല. ചേട്ടൻ്റെ എന്തോരം വിശ്വാസമുണ്ട് ഇവർ ഈ കേസ് തെളിയിക്കുമെന്നുള്ള? അല്ല, എനിക്ക് CBI തെളിയിക്കുന്ന ഇപ്പോൾ ഒരു വിശ്വാസവും ഇല്ല. അത് കാര്യത്തിൽ നിരാശനാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിന് ഇറങ്ങിയത്. ഈ ബ്രെയിൻ മാപ്പിങ്ങിന് ഇറങ്ങി ജനസമൂഹം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് തെളിയിക്കാണ്ടിരിക്കാൻ അവർക്ക് പറ്റത്തില്ല. ഞാൻ ഈ പറഞ്ഞ സ്വർണ്ണക്കടക്കാരൻ്റെ കാര്യവും ബാക്കി അവിടെ കണ്ട ആൾക്കാരുടെ കാര്യവും ഈ കേസ് അട്ടിമറിക്കാനായിട്ട് ഇത്രയും കാലം ഇതിന് പുറകിൽ നിന്നവരുടെ കാര്യമൊക്കെ നമ്മൾ പച്ചയ്ക്ക് അങ്ങോട്ട് പറയല്ലേ. ജനം വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? പക്ഷെ നേരെ മറിച്ച് ഈ ലൈവ് ഇല്ലാണ്ട് എന്നെ ബ്രെയിൻ മാപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മളൊരു 4 ദിവസം കഴിയുമ്പോഴേ നോർമലാവുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഇഞ്ചക്ഷനൊക്കെ തന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇവർ ഇറങ്ങി വരുമ്പോൾ
തന്നെ പറയും, പത്രക്കാർ ചോദിക്കുമല്ലോ എന്തായി എന്ന് ചോദിക്കും, അതൊക്കെ ഒന്നുമില്ല, അതൊക്കെ ചുമ്മാ പുള്ളി പറഞ്ഞ് നുണയാന്ന് തെളിഞ്ഞെന്ന് ആദ്യം പറഞ്ഞാൽ അതങ്ങ് വരും. പിന്നെ ഞാൻ ബോധമൊക്കെ തെളിഞ്ഞൊന്ന് കാര്യം പറയുമ്പോഴത്തേനും സമയം കിടന്നു പോയിട്ടുണ്ടാവും. ലൈവ് കണ്ടോട്ടെ. എനിക്ക് എന്തായാലും ബ്രെയിൻ മാപ്പിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ എന്നെ നോക്കി ചേന്ന് ആരും പറയില്ല. അതെനിക്ക് നല്ല വിശ്വാസമുണ്ട്, നല്ല വിശ്വാസം. ഞാനിത് മീഡിയയുടെ മുമ്പിലും സി ബി ഐക്കും എഴുതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 5-ന് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം, അത് ലൈവ് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിനെന്താ തടസ്സം? എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. ബ്രെയിൻ മാപ്പ് ചെയ്ത് ലൈവ് ഇടുന്നതിന് ആർക്കാണ് തടസ്സം? ആ തടസ്സം അവർ പറയണേ ഇന്നൊരു വകുപ്പ് പ്രകാരം ചെയ്യാൻ പറ്റില്ല എന്ന് പറ. ഞങ്ങൾ കോടതികൾ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ സുപ്രീം കോടതി വരെ ഉണ്ട്. നമുക്ക് പോയി ചോദിച്ച് അതിനൊരു ഓർഡർ മേടിക്കാൻ ഈ സമയത്ത് എനിക്ക് പാടുള്ള ആളല്ല. ഏത് വക്കീലിനെ വെക്കാനാണെങ്കിൽ പോലും അതിനുള്ള ത്രാണി ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എനിക്കുണ്ട്. നാളെ എന്താവും എന്നല്ല ഞാൻ പറഞ്ഞാൽ ഇപ്പം എനിക്കുണ്ട്. ശരിക്കും ഇതൊക്കെ ഒരു കോർട്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രെയിൻ മാപ്പിംഗും കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റത്തില്ലേ? നിസ്സാരമാണ്. ഇന്ന് കിട്ടിയ 10 ദിവസത്തിനുള്ളിൽ ചെയ്യാം. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും ഇപ്പം CBI വഴി തന്നെ പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇപ്പം നമുക്കായിട്ട് തന്നെ അല്ല, CBIക്ക് ഇപ്പോൾ കത്ത് കൊടുത്തേക്കുന്നതിന് അപ്പം അവർ ഈ 27-ാം തീയതി കേസിരിപ്പുണ്ട്. അപ്പം നമുക്കറിയാം അതിൻ്റെ അകത്ത് തന്നെയാണ്. അതിൻ്റെ അകത്ത് അവർ താഴെ കോടതിയിലാണ് കൊടുത്തേക്കണത്, തിരുവനന്തപുരത്ത് CJM-ലാണ്. അതിലത് പറ്റില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി പോകും. ഹൈക്കോടതി പറ്റില്ല എന്ന് പറയാൻ സാധ്യത കുറവ്. അപ്പോഴും ഹൈക്കോടതി ഒന്ന് മടിക്കും ഈ ലൈവിൻ്റെ കാര്യത്തിൽ. അത് നമ്മൾ മനുഷ്യന് വേണ്ടിയിട്ടല്ലേ നിയമങ്ങൾ, മനുഷ്യന് വേണ്ടിയിട്ടല്ലേ നിയമങ്ങൾ വന്നത്. അപ്പോൾ ആ നിയമങ്ങൾ വന്നത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അല്ലെങ്കിൽ ഞാനൊരു തീവ്രവാദിയാണെങ്കിൽ ഇയാളെ ബ്രെയിൻ മാപ്പ് ചെയ്താൽ ശരിയാവില്ല. ഇയാൾ തീവ്രവാദ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടാകുന്ന ജനം അറിഞ്ഞാൽ പ്രശ്നമാണ്. ഓക്കെ, നമുക്ക് സമ്മതിക്കാം. ഒരു തീവ്രവാദി അല്ല ഞാൻ. അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ച് ഈ സാധനം ചെയ്തേ പറ്റൂ. അതിനുള്ള അനുവാദം ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കോടതിയിൽ നിന്ന് എടുത്ത് ഞാൻ ലൈവ് നടത്തും. ഒരു സംശയം വേണ്ട അതിൻ്റെ അകത്ത്. ഇപ്പം ഈ ബാലഭാസ്കറിൻ്റെ അച്ഛൻ അമ്മ ഇവർ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ കേസിൻ്റെ ഇത്രയും ഡീവിയേഷനായി, അവരെന്തിന് സംശയങ്ങളോ ഇന്ന ആളായിരിക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ടെന്നോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല? ഇല്ല, അവർ അവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്നവർക്ക് ഈ കേസിനെ കുറിച്ച് അറിയാം. അവരറിഞ്ഞിട്ടായിരിക്കും തന്നെ, അത്രയുള്ള അറിവ് അവർക്കുള്ളൂ. അവരെ ഭീഷണി വരുമോ അല്ലെങ്കിൽ കേസ് നടത്തലെന്ന് പറയുമോ? അല്ല, അവരോട് അങ്ങനത്തെ ഭീഷണിയിലല്ല. അവരുടെ ആദ്യ കാലത്തൊക്കെ ചെന്ന് ചോദിക്കുമായിരുന്നു. ഈ പറഞ്ഞ കൂട്ട് കലാപം സൂഫി ഭയങ്കര തട്ടിപ്പുകാരനാണ്, ഭയങ്കര പ്രശ്നക്കാരനാണ്, അവർ നിങ്ങളുടെ അടുത്ത് പൈസ ചോദിക്കും, മറ്റു ചോദിക്കും, മറിച്ച് ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലൊക്കെ അവർ അതിനുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. നല്ല മറുപടി തന്നെ വന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് അവരെ ഭീഷണിപ്പെടുത്താനായിട്ട് അങ്ങനെയല്ല. ഇതൊരു സോഫ്റ്റായ ഭീഷണി എന്ന് വേണ്ടി പറയാലോ. അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതൽ ഉണ്ടായിട്ടില്ല അവരുടെ കേസ്. എന്തായാലും ഇപ്പൊ ചെയ്യുന്ന ആൾക്കാർ നേരെ അവരുടെ മുമ്പിൽ പോകാനൊന്നും വിറക്കും. അല്ലല്ല, പിന്നല്ലേ, ഉറപ്പായിട്ട് അവരുടെ മകനും കൊച്ചുമോളാ പോയത്. പിന്നല്ല, അത് ഒരിക്കലും അത് നടക്കില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.